ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് എനർജി എന്താണ്? കാർഡ്സ് നോക്കാം. നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സണെ കുറിച്ച്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് എനർജി? നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടാതെ വേറൊരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ കറണ്ട് എനർജി അനുസരിച്ച്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ആ വ്യക്തി ആ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയം ഇപ്പോൾ ആ വ്യക്തി അവരുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇതുവരെ അവരുടെ സ്നേഹവും സമയവും എല്ലാം വേറൊരു വ്യക്തിക്ക് നൽകിയതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ എനർജി അനുസരിച്ച് ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങണമെന്ന് ഈ വ്യക്തിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതായത് നിങ്ങളുമായിട്ട് ഒന്ന് റീയൂണിയൻ ആവണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങളുമായി ഒരു റീയൂണിയൻ ചെയ്യണമെങ്കിൽ, നിങ്ങളുമായി ഒരു റീകൺസിലേഷൻ ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തിക്ക് റിസ്ക് എടുക്കേണ്ടതായി വരുമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. അതായത് നിങ്ങളുമായി ഒരു പുതിയ ലൈഫ് തുടങ്ങണമെങ്കിൽ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ റിസ്ക് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. നിങ്ങളുമായി ഒരു പുതിയ ലൈഫ് തുടങ്ങണമെങ്കിൽ ആ പേഴ്സൺ റിസ്ക് എടുക്കേണ്ടി വരും. അതായത് അവരുടെ ലൈഫിലുണ്ടാകുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായും എൻഡ് ആയാൽ മാത്രമേ നിങ്ങളുമായിട്ടൊരു പുതിയ ലൈഫ് തുടങ്ങാൻ പറ്റുകയുള്ളൂ. തന്നെയുമല്ല, ഇനിയൊരു നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ ലൈഫ് തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വരുമെന്ന് ഈ വ്യക്തിക്ക് നല്ലതായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു ബന്ധത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ടും വരുമെന്ന് ഈ ഒരു പേഴ്സണ് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും എല്ലാം എൻഡ് ആക്കിയാൽ മാത്രമേ നിങ്ങളുമായിട്ടൊരു പുതിയ ലൈഫ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് റിസ്ക് എടുക്കേണ്ടി വരും എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. നിങ്ങളുമായി ഒരു പുതിയ ലൈഫ് തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത്. പക്ഷേ ആ വ്യക്തിക്ക് എന്തൊക്കെയോ റിസ്ക് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യവും കാണുന്നുണ്ട്. ഇനി ഈ ഒരു റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആദ്യമേ കൊടുത്തിരുന്ന സ്നേഹം, കരുതലും ഒന്നും ഇനി ഈ വ്യക്തിക്ക് നൽകുകയില്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. അതായത് നിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ ആദ്യമേ ഈ പേഴ്സണോട് ഒരുപാട് സ്നേഹത്തിൽ നിന്നിട്ടുണ്ടായിരിക്കാം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതിനു ശേഷം നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ചകന്ന് നിൽക്കുന്നതായിട്ടായിരിക്കും ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് കുറച്ച് ഡിറ്റാച്ച്ഡായി നിൽക്കുന്നത്. അപ്പോൾ ഇനി റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും ആ പഴയ സ്നേഹവും കരുതലും ഒന്നും ഇനി അവർക്ക് കിട്ടില്ലെന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ് ഈ ഒരു സമയം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പെയിനിലൂടെയും ഡിപ്രഷനിലൂടെയുമാണ് കടന്നു പോകുന്നത്. നിങ്ങളുമായി ഒരു റീയൂണിയനാണ് ഈ വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അവരുടെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു ഡാർക്ക് സിറ്റുവേഷനെല്ലാം ആ വ്യക്തിക്ക് വേദനയും നിരാശയുമാണ് ഉണ്ടാക്കിയത്.
അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിങ്ങളുമായൊരു റീയൂണിയനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായി ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അവരുടെ പാസ്റ്റിലുണ്ടായിരുന്ന നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന അവരുടെ പാസ്റ്റിലുണ്ടായ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരാൻ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറല്ല. ഉള്ളതിനെ കൂടി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ് ഈ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്കൊരു വരവിനായിട്ട് വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. അടുത്ത കാർഡ് നമുക്ക് അത് തന്നെയാണ് വന്നേക്കുന്നത്. ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ലൈഫിനെ പറ്റി ഒരു പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ സംഭവിച്ച വേദനകളിൽ നിന്നെല്ലാം ഈ വ്യക്തി ഹീല് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സമയം. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സമയം? ഒരുപാട് കാർഡ്സ് വീണുകൊണ്ട് എടുക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയോട് വഴക്കുണ്ടാക്കാനായിട്ട് ചെല്ലുകയാണ്. നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറല്ല. നിങ്ങൾ ഏത് സമയവും ഈ വ്യക്തിയോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ചെല്ലുകയാണ് എന്നാണ് ഈ വ്യക്തിക്ക് തോന്നുന്നത് ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ചിന്തിച്ചു കൂട്ടി ഈ വ്യക്തിയോട് വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് ചെല്ലരുത് എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെ ചൊല്ലിയിട്ട് ഈ വ്യക്തിയോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കാം നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പറയുന്നത് ആവശ്യമില്ലാതെ ആ വ്യക്തിയോട് വെറുതെ വഴക്കിന് ചെല്ലരുത് എന്നാണ് ആ വ്യക്തി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിങ്ങളെ വിട്ടുകളയാൻ ആ വ്യക്തി ഇപ്പോൾ തയ്യാറല്ല. നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിങ്ങളെയും പ്രതീക്ഷിച്ച് നിങ്ങളെ നോക്കിയിരിക്കുകയാണ് ആ ഒരു വ്യക്തി ഈ ഒരു സമയം. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സ്നേഹവും കരുതലും സപ്പോർട്ടും എല്ലാം ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഒരു അമ്മ മകനെ നോക്കുന്ന പോലെ നിങ്ങൾ ആ വ്യക്തിയെ നോക്കിയിട്ടുണ്ടായിരിക്കാം. അതുകാരണം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ആ സ്നേഹവും കരുതലും സപ്പോർട്ടും എല്ലാം ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. അടുത്ത കാർഡ് നമുക്ക് അത് തന്നെയാണ് വരുന്നത്. നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ ബന്ധം ശരിയാക്കാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റാണ്. നിങ്ങളുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നുകയാണ് ഈ ഒരു സമയം ഈ വ്യക്തിക്ക്. നിങ്ങളോട് ഒരു പ്രപ്പോസൽ ചെയ്യാനായിട്ട് ആ വ്യക്തി അവരുടെ ഇമോഷൻസ് വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വരുന്നതായിട്ടാണ്. ഈ ബോട്ടം എനർജി എല്ലാം നല്ല കാർഡാണ് നമുക്ക് വന്നേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ായിട്ടുള്ള ഫ്യൂച്ചർ എങ്ങനെ വേണമെന്നാണ് ഈ നിമിഷം ആ വ്യക്തി ചിന്തിക്കുന്നത്. ഈ നിമിഷം ചിന്തിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ വ്യക്തിയുടെ മോർണിംഗ് തോട്ട്സാണ് നോക്കുന്നത്, കറണ്ട് ഫീലിങ്സ്. അപ്പം ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ എങ്ങനെ വേണമെന്നാണ് ചിന്തിക്കുന്നത് നോക്കാം. നിങ്ങളുമായി ഒരു റീയൂണിയനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഫ്യൂച്ചർ എനർജിയിൽ അങ്ങനെ വേണമെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതാണ് ഞാൻ നോക്കുന്നത്. ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായൊരു റീബർത്ത്,
വേണമെന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റിലെ എല്ലാ വേദനയും ഹീല് ചെയ്ത് പുതിയൊരാളായി മാറി നിങ്ങളുമായി നല്ലൊരു ലൈഫാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം. ഈ വ്യക്തി ഇപ്പോൾ എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, എൻ്റെ എല്ലാ തെറ്റുകളും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് യൂണിവേഴ്സിൽ ഈ വ്യക്തി ഇപ്പോൾ സറണ്ടർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നൽകാനാണ് ഈ വ്യക്തി ഈ സമയം ആഗ്രഹിക്കുന്നത്. വ്യൂവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് കൊടുക്കാനുള്ളത്? നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക ഈ ഒരു സമയം. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം അതെന്തുമായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്നതായിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകും എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നടന്നു നീങ്ങണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി പാസ്റ്റിനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നടന്നു നീങ്ങണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ ആയിരിക്കുമല്ലോ ആഗ്രഹം, നിങ്ങൾ ആ ഒരു ആഗ്രഹം നടക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് മൂവ് ഓൺ ചെയ്യണം എന്നാണ് ഈ യൂണിവേഴ്സ് ഇപ്പോൾ തരുന്ന ഗൈഡൻസ്. ഒരിക്കലും പാസ്റ്റിൽ ജീവിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത് ജീവിതത്തിൽ, മുന്നോട്ടല്ല. അതാണ് യൂണിവേഴ്സ് ഇപ്പോൾ തരുന്ന ഗൈഡൻസ്. ഇവിടെ വന്ന ക്ലൂസും കൂടെ നോക്കാം. (1974) 1997 soulmate connection, long distance relationship, June month, പത്തനംതിട്ട, ടുമോറോ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു റെസ്പോൺസ് ചിലപ്പോൾ നാളെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. കോട്ടയം ഡിസ്ട്രിക്റ്റ്, നമ്പർ 9, 1978, 1986, അബ്രോഡ്, 2001, പാലക്കാട് ഡിസ്ട്രിക്റ്റ്, നമ്പർ 16, മ്യൂസിക്, തൃക്കേട്ട നക്ഷത്രം, ഉത്രാടം നക്ഷത്രം, നമ്പർ 51, ലെറ്റർ സി, മെയ് മന്ത്, പൂരാടം നക്ഷത്രം, 1 month, ലെറ്റർ യു, ചിത്തിര നക്ഷത്രം, ഉത്രം നക്ഷത്രം, ലെറ്റർ ടി, നമ്പർ 35, ലെറ്റർ ആർ, മേടം മന്ത്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. നമ്പർ 50, 2 months, 1965, ലെറ്റർ വി,
ലെറ്റർ എം, ലെറ്റർ ഡബ്ല്യു, ഡൽഹി, നമ്പർ 3, 1988, തിരുവനന്തപുരം, ബട്ടർഫ്ലൈസ്, ചിലപ്പോൾ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടായിരിക്കാം. വിശാഖം നക്ഷത്രം, നമ്പർ 21, കുവൈറ്റ്, 1976, ചെന്നൈ, നമ്പർ 5, നമ്പർ 17, ലെറ്റർ Z, ലെറ്റർ S, 1972, ബേക്കർ, ഡ്രൈവർ, 48, 58, ദുബായ്, 1989, നമ്പർ 62, വൃശ്ചികം മന്ത്, ഫോട്ടോഗ്രാഫി, ട്വിൻ ഫ്ലെയിം കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ള പോസിബിലിറ്റി വന്നിട്ടുണ്ട്. 28, മകരം മന്ത്, 54, എടവം മന്ത്, നമ്പർ 14, നമ്പർ 64, മൂന്നാർ, പുണർദം നക്ഷത്രം, 55, 40, കാസർഗോഡ്, ഓറഞ്ച് കളർ, 42, ഗ്രീൻ കളർ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന പോസിബിലിറ്റീസ്. മോർണിംഗ് തോട്ട്സ് അനുസരിച്ച് ആ വ്യക്തി ഇപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായി ഒരു പുതിയ ലൈഫ് തുടങ്ങണമെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. അതിൽ ആ വ്യക്തിക്ക് റിസ്ക് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യവും വരുന്നുണ്ട്. ആ റിസ്ക് എടുക്കുന്ന സാഹചര്യം അവരുടെ പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന സിറ്റുവേഷൻ എൻഡ് ആക്കിക്കൊണ്ട് വേണം നിങ്ങളുമായിട്ടുള്ളൊരു പുതിയ റിലേഷൻ തുടങ്ങാൻ. അതിനെപ്പറ്റി ആ വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഴയതുപോലെ ആ വ്യക്തിയെ സ്നേഹിക്കുമോ എന്ന് ആ പേഴ്സണ് ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ സമയം വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഏത് സമയം ആ വ്യക്തിയോട് ഫൈറ്റിംഗ് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങൾ കൊടുത്ത സ്നേഹവും കരുതലും എല്ലാം ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു, ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് നടന്ന് നീങ്ങണമെന്ന് തന്നെയാണ് ഈ ഒരു സമയം പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മോർണിംഗ് തോട്ട്സ്.